നമസ്തേ. ഗീതാ സപര്യയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 11-ാം ശ്ലോകമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. ശ്രീ ഭഗവാൻ അർജുനന് കർമ്മയോഗത്തിൻ്റെ പാഠങ്ങൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. ശോകമോഹങ്ങൾക്ക് വശംവദനായി കർമ്മം ചെയ്യാൻ അശക്തനായി അർജുനൻ തേർത്തട്ടിൽ തളർന്നിരിക്കുന്നു. ഇങ്ങനെ കർമ്മവിമുഖത ബാധിക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും ജീവിതത്തിലുണ്ടാകും. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തതുകൊണ്ടും ശരിയായ കർമ്മത്തെ തെറ്റാണ് എന്ന് വിചാരിച്ച് തെറ്റായ കർമ്മം ചെയ്യുന്നതാണ് ശരി, അഥവാ തെറ്റായ കർമ്മം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന ചിന്ത ബാധിച്ചതുകൊണ്ട്, കർമ്മങ്ങൾ തെറ്റിപ്പോയതുകൊണ്ട്, പരാജയപ്പെട്ടതുകൊണ്ട് ഒക്കെ മനസ്സിടിഞ്ഞ് നിരാശ ബാധിച്ച് നമ്മളൊക്കെ കർമ്മവിമുഖരായി ഇരിക്കാറുണ്ട്. അങ്ങനെ കർമ്മവിമുഖരായി ഇരിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും കർമ്മോന്മുഖരായി കർമ്മത്തിലേക്ക് താല്പര്യപൂർവം ഇടപെടാൻ നമുക്ക് ജ്ഞാനമാണ് വേണ്ടത്. മനസ്സിൽ സന്തോഷമുണ്ടായാലേ കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ സന്തോഷം, അതിനാണ് ഭഗവത്ഗീത മോക്ഷം എന്ന് പറയുന്നത്. മുക്തി, ദുഃഖനിവൃത്തി, ആത്യന്തിക സുഖം, അതാണ് ആ ആന്തരികമായ ഒരു സന്തോഷം. ആ സന്തോഷം ഉണ്ടായാലേ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ അതിന് താൽക്കാലികമായി ആരെങ്കിലും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ, നമുക്ക് ദുഃഖം ഉണ്ടാകുമ്പം ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ, അതും നമുക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന താൽക്കാലികമായ ചില വൈബ്രേഷൻ, അങ്ങനെയൊക്കെ നമ്മൾ താൽക്കാലികമായ ചില സന്തോഷങ്ങളൊക്കെ മനസ്സിൽ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കർമ്മം ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഭഗവത്ഗീത പറയുന്നു, ആത്യന്തികമായ ദുഃഖനിവൃത്തി എന്ന ഒരവസ്ഥയുണ്ട്. താൽക്കാലികമായി ഓരോരോ സന്ദർഭത്തിലും നമുക്ക് മാനസികമായ ഒരു വൈക്ലഭ്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും താൽക്കാലികമായി ചില തുരുത്തുകൾ നമ്മൾ കണ്ടെത്തി അതിൽ നിന്ന് മനസ്സിന് ഒരു ഉത്തേജനം കണ്ടെത്തി കർമ്മത്തിൽ ഏർപ്പെടുന്നതിന് പകരം ആത്യന്തികമായ ദുഃഖനിവൃത്തി, അതാണ് മോക്ഷം, ആത്യന്തിക സുഖം. അതെങ്ങനെ ഉണ്ടാകുന്നു? ജ്ഞാനം കൊണ്ടുണ്ടാകുന്നു. അതായത് ശരീരമനസ്സുകളെ ഒബ്സർവ് ചെയ്യുന്ന ആത്മാവാണ് ഞാൻ, സാക്ഷി ചൈതന്യമായ ആത്മാവാണ് ഞാൻ ശരീരമനസ്സുകളല്ല. ശരീരമനസ്സുകൾ ഇങ്ങനെ ഈ ജീവിതയാത്രയിൽ ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ ജീവിതയാത്രയിൽ പല പല അനുഭവങ്ങൾ ശരീരമനസ്സുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. സുഖാനുഭവമാകാം, ദുഃഖാനുഭവമാകാം. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരമനസ്സുകളിൽ നിന്ന് വേറിട്ട ആത്മാവാണ് ഞാൻ എന്ന ജ്ഞാനം, എന്ന ഉറച്ച അനുഭവം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഈ സുഖത്തെയും ദുഃഖത്തെയും ജയത്തെയും പരാജയത്തെയും നമ്മൾ ഈ വളരെ ആസക്തിയോടുകൂടി സമീപിക്കാതെ അതിൽ നിന്നൊരല്പം ഡിറ്റാച്ച്മെന്റോടുകൂടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ആ അവസ്ഥ ആത്യന്തിക ദുഃഖനിവൃത്തിക്ക് കാരണമാകും. അങ്ങനെയുള്ള ഒരാൾക്ക് മനസ്സിൽ ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കും. കാരണം ഡിപ്രഷന് കാരണമായ അവസ്ഥയിൽ നിന്ന് ആ ആള് രക്ഷപ്പെട്ട് നിൽക്കുന്നു. അതാണ് ഭഗവത്ഗീത പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള മാർഗം എന്താണ്? ഈ ജ്ഞാനം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? കർമ്മയോഗാനുഷ്ഠാനം ചെയ്യണം. അതിനുള്ള മാർഗമാണ് കർമ്മയോഗം. അതിനുള്ള ഉപാധിയാണ്, അതിനുള്ള സാധനാമാർഗമാണ് കർമ്മയോഗം. കേവലം കർമ്മം ചെയ്യലല്ല കർമ്മയോഗം. അതാണ് ശ്രീ ഭഗവാൻ പറയുന്നത്. കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കണം. അതായത് കർമ്മത്തിന് അതിൻ്റെ പ്ലാനിങ്, എക്സിക്യൂഷൻ, പിന്നെ റിസൾട്ടിങ് എന്ന 3 ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ പ്ലാനിങ് പീരീഡുണ്ട്, അതുപോലെ എക്സിക്യൂഷൻ പീരീഡുണ്ട്, അതേപോലെ റിസൾട്ടിങ് പീരീഡുണ്ട്. ഇതിൽ ഈ പ്ലാനിങ്ങും എക്സിക്യൂഷനുമാണ് എൻ്റെ നിയന്ത്രണത്തിലുള്ളത്. ടു ആൻ എക്സ്റ്റെൻറ്റ്, ഒരു പരിധി വരെ. അങ്ങേയറ്റം എൻ്റെ നിയന്ത്രണത്തിലല്ല, പക്ഷേ ഒരു പരിധി വരെ. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺട്രോൾ എനിക്ക് വളർത്തി കൊണ്ടുവരാം.
പക്ഷേ റിസൾട്ടിൻ്റെ മുകളിൽ എനിക്ക് കൺട്രോളേ ഇല്ല. ചിലപ്പോൾ അത് ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടിയേക്കാം, ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ വളരെ മോശമായേക്കാം, ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ട് എനിക്കുണ്ടായേക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ കാര്യത്തെയും നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കർമ്മം ചെയ്തു എന്നിരിക്കട്ടെ, പക്ഷേ അതിൻ്റെ ഫലം ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. അതായത് കർമ്മത്തിൻ്റെ ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന അറിവാണ്, എന്ന ധാരണയാണ്, ഉറച്ച ധാരണയാണ് ഈ കർമ്മയോഗത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ ഫലമായി നമ്മൾ ചെയ്യുന്ന കർമ്മം ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന മനോഭാവത്തോടുകൂടി ആ കർമ്മം അനുഷ്ഠിക്കുന്നു. അതിൻ്റെ ഫലം സിദ്ധ്യ അസിദ്ധ്യോഹോ സമോഭൂത്വ സമത്വം യോഗ ഉച്യത്തെ. ഈ സമത്വമാണ് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് കാരണം. അതാണ് സമത്വം യോഗ ഉച്യത്തെ. എന്താണ്? സിദ്ധ്യ അസിദ്ധ്യോഹോ സമോഭൂത്വ. സിദ്ധിയായാലും നേട്ടമായാലും അസിദ്ധി നേടാതെ പരാജയമായാലും അത് സമോഭൂത്വ ഒരേപോലെ നമുക്ക് കാണാനുള്ള ഒരു മനസ്സ് നമ്മൾ കാലം കൊണ്ട് വളർത്തിയെടുക്കുക. ആ വളർത്തിയെടുക്കുന്നതിൻ്റെ ഫലമായി നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ലാതെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് കർമ്മം ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോസസ് ഓറിയൻറ്റഡ് ആയി കർമ്മം ചെയ്താൽ ആ കർമാനുഷ്ഠാനം കഴിയുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ നിന്ന് ആ കർമ്മം നമുക്ക് വിടാം. പിന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിക്കോളും, എന്തായാലും റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമ്മുടെ കൺട്രോളിലല്ല, അത് വന്നോളും. ഈ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഇത് കർമ്മം എന്ന ആസ്പെക്റ്റിന് എല്ലാ ജീവജാലങ്ങളിലും ബാധകമായ ഒരു നിയമമാണ്. അതാണ് ശ്രീ ഭഗവാൻ പറയുന്നത് സഹയജ്ഞാഹ പ്രജാഹ പ്രജാഹ സഹയജ്ഞാഹ. എല്ലാ പ്രജകളും എല്ലാ ജീവജാലങ്ങളും ഈ യജ്ഞ സ്വഭാവത്തോടു കൂടിയുള്ളവരാണ്. അതായത് ഫലാഭിസന്ധി ഇല്ലാതെ, ഫലത്തെക്കുറിച്ചുള്ള വറീസ് ഇല്ലാതെ കർമ്മം ചെയ്യുന്നവരാണ് എല്ലാ ജീവജാലങ്ങളും. പക്ഷേ മനുഷ്യൻ എപ്പോഴും ഫലത്തെക്കുറിച്ചാണ് വറീഡായിക്കൊണ്ടിരിക്കുന്നത്. ആ ഫലം തീർച്ചയായിട്ടും കിട്ടും, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കിട്ടും. പക്ഷേ അതായിരിക്കരുത് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ കർമ്മം, ആ കർത്തവ്യം അനുഷ്ഠിക്കുക, ആ പ്രോസസ്, ഭഗവത്ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചേഷ്ട, ആ കർമ്മചേഷ്ടകളിൽ നമ്മൾ മുഴുകുക. അങ്ങനെ ആ കർമ്മചേഷ്ടകളിൽ നമ്മൾ ശ്രദ്ധിച്ച് ആ കർമ്മചേഷ്ട അനുഷ്ഠിക്കുന്നതോടുകൂടി നമ്മുടെ റോള് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ റിസൾട്ട് നമ്മുടെ അടുത്തേക്ക് വന്നോളും. ഇതാണ് കർമ്മത്തെക്കുറിച്ചുള്ള സാമാന്യമായ ആ നിയമം. ഈ നിയമം പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ യജ്ഞത്തോടുകൂടി പ്രജകളെ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു അത്രേ, എന്താണ്? അനേന പ്രസവിഷ്യത്വം. ഈ കർമ്മയോഗം കൊണ്ട് നിനക്ക് പുരോഗതി ഉണ്ടാകട്ടെ എന്ന്. എങ്ങനെയാണ് ഈ കർമ്മയോഗം കൊണ്ട് പുരോഗതി ഉണ്ടാകുന്നത് എന്ന് പറയുന്നതാണ് ഈ 11ാമത്തെ ശ്ലോകം. കർമ്മയോഗം കൊണ്ട് ഒരാൾക്ക് പുരോഗതി ഉണ്ടാകുന്നത്, കർമ്മയോഗം കൊണ്ട് എനിക്ക് മാത്രമല്ല ഗുണം, കർമ്മയോഗം കൊണ്ട് ഈ പ്രകൃതി ശക്തികൾക്കും ഗുണമുണ്ട്. കാരണം ഈ പ്രകൃതി ശക്തികളും ഞാനും കൂടെ ചേർന്നിട്ടേ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഞാനും ഈ പ്രകൃതി ശക്തികളും ഈ പ്രകൃതിയും ഒരുമിച്ചാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയിലെ ശക്തികളെ ദേവന്മാരെന്ന് പറയുന്നു. ദേവന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? പ്രകൃതി ശക്തികളാണ്. കാറ്റ്, തീയ്, മഴ, ഇങ്ങനെ അതുപോലെ ഭൂമിയുടെ ഗുരുത്വ ആകർഷണം, ഭൂമി, ഇതൊക്കെ തന്നെ ദേവന്മാരാണ്. ചന്ദ്രൻ, സൂര്യൻ, ഇങ്ങനെ ഈ പ്രകൃതി ശക്തികളാണ് യഥാർത്ഥത്തിൽ ഈ ദേവന്മാരെന്ന് പറയുന്നത്. ഈ ദേവന്മാരുടെ നിലനിൽപ്പ് തന്നെ എങ്ങനെയാണ്? മനുഷ്യൻ ഈ അത്യാർത്തി ഇല്ലാതെ കർമ്മയോഗമായ രീതിയിൽ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിലൂടെയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഈ പരിസ്ഥിതി സംബന്ധമായ അതിഭീകരമായ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള വിഷയങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള ആ ഒരു
അളവിനപ്പുറം മനുഷ്യൻ്റെ അത്യാർത്തിയിലേക്ക് മനുഷ്യൻ്റെ ടെക്നോളജിയും ബാക്കിയെല്ലാം പുരോഗമിപ്പിക്കുമ്പോൾ അത് അൺലിമിറ്റഡായിട്ട് ഈ പ്രകൃതിയെ നമ്മളിങ്ങനെ ചൂഷണം ചെയ്ത് ഉപയോഗിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് പകരം അതിനെ ഇങ്ങനെ ചൂഷണം ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി ഈ പ്രകൃതി തന്നെ ചില ഭാഗങ്ങൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദുർബലമായിത്തീരുന്നു. അത് നമുക്ക് ഭയങ്കര അപകടമായിത്തീരുന്നു. ഇതിനെല്ലാമുള്ള ഒരു പരിഹാരം എന്താണ്? ഇതിനെല്ലാമുള്ള ഒരു പരിഹാരം മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. മനുഷ്യൻ കർമ്മയോഗാനുഷ്ഠാനം ചെയ്യുന്നതിലൂടെ അവനവൻ ആവശ്യമുള്ളത് അത്യാഗ്രഹം വെടിഞ്ഞ് എൻ്റെ കർത്തവ്യമാണെന്നുള്ള നിലയ്ക്ക് അവനവൻ കർമ്മം ചെയ്യുമ്പോൾ അവനവൻ ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് അത്യാർത്തിയില്ലാതെ, അതാണ് ആ അത്യാർത്തി വെടിയുന്നതിൻ്റെ ഫലമായി നമുക്കും പ്രകൃതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നു, ആ പ്രകൃതി നമ്മളെ ഇങ്ങോട്ട് സംരക്ഷിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ഒരു പാരസ്പര്യം അവിടെ ബാലൻസിങ് ആയിട്ട് നിലനിൽക്കും. ഇതാണ് ഈ 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇങ്ങനെയാണ് കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് നീ പുരോഗതിയെ പ്രാപിക്കുന്നത്. ഇതാണ് യജ്ഞകർമ്മം കൊണ്ട് പ്രകൃതി സംരക്ഷിക്കപ്പെടും എന്ന നമ്മുടെ ഒരു പരമ്പരാഗതമായ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അത് വളരെ യുക്തിയുക്തമാണ് എന്ന് നമ്മൾ അതിൻ്റെ അർത്ഥം, യഥാർത്ഥത്തിലുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ. ദേവാൻ ഭാവയത അനേന. അനേന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ഇവിടെ എന്താണ് അതെന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ യജ്ഞം അഥവാ കർമ്മയോഗം, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് യജ്ഞം ചെയ്തുകൊണ്ട് അഥവാ കർമ്മയോഗം ചെയ്യുന്നതിൻ്റെ ഫലമായി ഫലാഭിസന്ധിയില്ലാതെ അത്യാർത്തിയില്ലാതെ അവനവൻ്റെ കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് കർമാനുഷ്ഠാനം ചെയ്യുന്നതിൻ്റെ ഫലമായി മനസ്സിൽ ശാന്തിയോടുകൂടി കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായി ദേവാൻ ഭാവയത, പ്രകൃതി ശക്തികളെ, ദേവന്മാരെ അഥവാ പ്രകൃതി ശക്തികളെ നീ പോഷിപ്പിക്കുക. പ്രകൃതി ശക്തികളെ നീ സംരക്ഷിച്ച് നിർത്തുക. പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നാശമുണ്ടാകാതെ നോക്കുക, സംരക്ഷിച്ച് നിർത്തുക. പുഴകളെ സംരക്ഷിക്കുക, നീർത്തടങ്ങളെ സംരക്ഷിക്കുക, അതേപോലെ ഈ വെജിറ്റേഷനെ സംരക്ഷിക്കുക, സസ്യങ്ങളെ, മരങ്ങളെ ഒക്കെ സംരക്ഷിക്കുക, നമ്മുടെ അന്തരീക്ഷത്തെ സംരക്ഷിക്കുക, ഇങ്ങനെ നമ്മുടെ വായുമണ്ഡലത്തെ സംരക്ഷിക്കുക. ഇങ്ങനെ ഓരോ നമ്മുടെ പ്രകൃതി ഘടകങ്ങളെയും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ സംരക്ഷിക്കുക. അങ്ങനെ ഭക്ഷണത്തെ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ഫലമായി ഒരു നിയതമായ അളവിലും കൃത്യമായ ശരിയായ സ്വഭാവത്തോടു കൂടിയൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ സംരക്ഷിക്കുക. അതിൻ്റെ ഫലമായി നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുക. ഇങ്ങനെ ഈ പ്രകൃതിയും മനുഷ്യനും ഒരേപോലെ സംരക്ഷിക്കപ്പെടാനുള്ള കാരണം ഈ ഒരു മെൻറ്റാലിറ്റിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ യജ്ഞഭാവമാണ്, അതായത് കർമ്മയോഗഭാവമാണ്. കർമ്മം തന്നെ യോഗം, അവനവൻ്റെ കർമ്മം തന്നെ ഡിസിപ്ലിനോടുകൂടി, മൂല്യത്തോടുകൂടി അതിനെ ഒരു യോഗമായി അവനവൻ്റെ ഏകാഗ്രതയ്ക്കും സന്തോഷത്തിനുമുള്ള കാരണമായി അത്യാർത്തിയില്ലാതെ അനുഷ്ഠിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദേവാൻ ഭാവയത അനേന, ഇതുകൊണ്ട് നീ പ്രകൃതി ശക്തികളെ പോഷിപ്പിക്കുക. തേ ദേവാഹ ഭാവയന്തു വഹ, നിങ്ങളെ ആ ദേവന്മാർ പോഷിപ്പിക്കട്ടെ എന്ന് ബ്രഹ്മാവ് പറയുന്നതാണ്, പ്രജകളോട് പറയുകയാണ്. ഈ ദേവന്മാരെ നീ നിന്റെ കർമ്മയോഗം കൊണ്ട് പരിപോഷിപ്പിക്കുന്നത് കൊണ്ട് ആ മനോഭാവമാണ്, ഒരു മനോഭാവമാണ്. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു മനോഭാവമാണ്. അത് നമ്മുടെ ഏതെങ്കിലും ഒരു ക്രിയയല്ല. നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് കൂടിയിട്ട് പരിസ്ഥിതി സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതുകൊണ്ട് കാര്യമില്ല. ആ മീറ്റിംഗ് കൊണ്ട് പ്രയോജനമുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഈ ഒരു മനോഭാവം സൃഷ്ടിക്കാൻ ആ മീറ്റിങ്ങുകൾ കൊണ്ടും സെമിനാറുകൾ കൊണ്ടും ഒക്കെ പ്രയോജനമുണ്ട്. ഈ മനോഭാവമാണ് നമുക്ക് ആവശ്യം.
അത് എല്ലാ സമയത്തും വ്യക്തി എന്നുള്ള നിലയ്ക്കും, കുടുംബത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്കും, സമൂഹത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്കും ഒക്കെ എല്ലാ സമയത്തും ഈ ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വലായി തീരുക എന്നർത്ഥം. അവനവൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക എന്നർത്ഥം. അങ്ങനെ അതാണ് ഈ കർമ്മയോഗിയാവുക, യജ്ഞഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അങ്ങനെ പരസ്പരം ഭാവയന്ത, അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഈ പ്രകൃതിയെ സംരക്ഷിക്കുകയും ഈ പ്രകൃതി നിന്നെ സംരക്ഷിക്കുകയും, അത് എന്തിൻ്റെ ഫലമാണ്? ഈ കർമ്മയോഗ ഭാവം മനസ്സിലുണ്ട്, ഈ യജ്ഞഭാവം ഉണ്ടാകുന്നതിൻ്റെ ഫലമാണ്. ഇവിടെ ശ്രീ ഭഗവാൻ പറയുന്നത് അതിൻ്റെ മോക്ഷത്തെക്കുറിച്ചല്ല, അതിൻ്റെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കർമ്മയോഗം എന്ന് പറയുന്നത് കേവലം നമ്മുടെ നിലനിൽപ്പിന് മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ ആനന്ദത്തിനും അത് ആവശ്യമാണ്. ആ തലത്തിലേക്ക് വിശദീകരണം, എക്സ്പ്ലനേഷൻ പോകുന്നതിന് മുമ്പ് ഈ കർമ്മയോഗം നമ്മുടെ നിത്യജീവിതത്തിൽ പോലും അത്യാവശ്യമാണ് എന്ന് പറയുകയാണ്. നമ്മളും ഈ പരിസ്ഥിതിയും തമ്മിലുള്ള പാരസ്പര്യത്തിന് ഈ കർമ്മയോഗ ഭാവം, ഈ യജ്ഞഭാവം അത്യാവശ്യമാണ് എന്നിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് പരസ്പരം ഭാവയന്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ പ്രകൃതി ശക്തികളെ, ദേവന്മാരെ സംരക്ഷിക്കുക, പോഷിപ്പിക്കുക, അതിൻ്റെ ഫലമായി ഈ ദേവന്മാർ എന്നെ പോഷിപ്പിക്കട്ടെ. അങ്ങനെ പരസ്പരം ഭാവയന്ത ശ്രേയ പരം അവാപ്സ്യഥ, പരം ശ്രേയ അവാപ്സ്യഥ, ആ പരമമായ ശ്രേയസ്സിനെ നിങ്ങൾ പ്രാപിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ എന്താണ് ആ പരമമായ ശ്രേയസ്? ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം അഥവാ ഉപനിഷത്തുകളെ സംബന്ധിച്ചിടത്തോളം പരമമായ ശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്, ആത്യന്തിക ദുഃഖനിവൃത്തിയാണ്. ആത്യന്തികമായി ദുഃഖത്തിൽ നിന്ന് ഒരാൾ വിടുതൽ നേടുക എന്നുള്ളതാണ്. ഏത് ദുഃഖകാരണമായ സാഹചര്യത്തിലും മനസ്സിൽ ദുഃഖം വന്ന് ഘനീഭവിച്ച് നിരാശയും ഡിപ്രഷനും ഒക്കെ ബാധിക്കാതെ അപ്പോഴും മനസ്സ് ശാന്തമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്ന ആ ഒരവസ്ഥയിൽ മനസ്സിനെ പക്വത പ്രാപിപ്പിക്കുക എന്നുള്ളതാണ് മോക്ഷം എന്നുള്ളത് കൊണ്ട്. അത് ജ്ഞാനം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്. എന്തറിവ്? കുറേ ലോകകാര്യങ്ങൾ അറിഞ്ഞാൽ പോരാ, അത് അവനവനെക്കുറിച്ച് അറിയണം. അവനവൻ്റെ ശരീര മനസ്സുകളും ആത്മാവും തമ്മിലുള്ള ആ വ്യത്യാസം അറിയുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ അത്യാഗ്രഹം മനസ്സിൽ നിന്ന് ഇല്ലാതെയാവുന്നതും ഈ കർമ്മയോഗ രഹസ്യം നമുക്ക് ബോധ്യമാകുന്നതും. അങ്ങനെ ആ കർമ്മയോഗ രഹസ്യം അറിയുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നു, കർമ്മത്തിലേർപ്പെടാൻ നമ്മൾ തയ്യാറാവുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് വീണ്ടും ജ്ഞാനമുണ്ടാകുന്നു. ആ ജ്ഞാനമുണ്ടാകുന്നത് വീണ്ടും കർമ്മയോഗാനുഷ്ഠാനത്തെ സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും വികാസമുണ്ടാകുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ദേവാൻ ഭാവയതാനേന അനേന. ഈ യജ്ഞകർമ്മം കൊണ്ട്, കർമ്മയോഗം കൊണ്ട് നീ ഈ പ്രകൃതി ശക്തികളെ, ദേവന്മാരെന്ന് പറയുന്നത് പ്രകൃതി ശക്തികളാണ്, ഈ പ്രകൃതി ശക്തികളെ നീ പോഷിപ്പിക്കുക. ഈ പ്രകൃതി ശക്തികൾ തേ ദേവാഹ, ആ പ്രകൃതി ശക്തികൾ ഭാവയന്തു വഹ, നിങ്ങളെ പരിപോഷിപ്പിക്കട്ടെ എന്ന് ബ്രഹ്മാവ് പറയുന്നതാണ്. ബ്രഹ്മാവ് പ്രജകളോട് പറയുകയാണ്. പരസ്പരം ഭാവയന്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രകൃതി ശക്തികളും ഈ പ്രജകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് പരം ശ്രേയ അവാപ്സ്യഥ, പരമമായ ശ്രേയസ്സിനെ, നിത്യമായ സന്തോഷത്തെ പ്രാപിക്കട്ടെ എന്ന് പറയുകയാണ്. ഇത് ഇവിടെ തീർന്നില്ല, ഇനിയും ഈ വിഷയം ശ്രീ ഭഗവാൻ കൂടുതൽ വിശദീകരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് വരും എപ്പിസോഡുകളിൽ പ്രവേശിക്കാം. ഗീതാസപര്യയുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലേക്കും ക്ഷണിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.